NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും പ്രതിഷേധ ബാനർ എന്ന വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകര കോട്ടക്കൽ NSS യോഗത്തിനു മുന്നിലാണ് പ്രതിഷേധ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ജി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചിരുന്നു. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചെയ്യുന്നു. മനീഷ്, ഇതിനകത്തും കട്ടപ്പയാണോ താരം? ഹാഷ്മി, ഈ രീതിയിൽ കട്ടപ്പയോടൊക്കെ തന്നെ ഉപമിച്ചുകൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും തന്നെയാണ് ജി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നായിരുന്നു ഈ രീതിയിൽ ബാനറുകൾ ഒരേ കണ്ടന്റോടുകൂടി തന്നെ ഒരേ ഡിസൈൻ, ഒരേ DTPയിൽ ഒരേ സ്ഥലത്ത് നിന്നും വന്നു, ഒരേ ഉറവിടം തന്നെയാണെന്ന് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വ്യത്യസ്തമായ കണ്ടന്റോടുകൂടി തന്നെയാണ്. അത് മധ്യ കേരളത്തിൽ മാത്രമല്ല, ആദ്യം പത്തനംതിട്ടയിലും പിന്നീട് ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ തന്നെ വന്നിരുന്നെങ്കിലും ഇപ്പോഴിത് തെക്കൻ കേരളത്തിലേക്ക്. ഇന്നലെ രാത്രിയിലാണ് നെയ്യാറ്റിൻകര മാണിനാട് ജി സുകുമാരൻ നായരുടെ കോലം കത്തിക്കുകയും ഒപ്പം തന്നെ കരയോഗത്തിന് ഉള്ളിൽ വെച്ച് തന്നെ പ്രതിഷേധ യോഗം ചേർന്ന് പിന്നീട് പുറത്തെത്തിയാണ് ജി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചത്. ഇന്നിതാ അതിന് തൊട്ടടുത്തുള്ള കോട്ടയ്ക്കകത്ത് കരയോഗത്തിൻ്റെ മുൻപിലാണ്, അതിനോട് ചേർന്ന ഒരു പറമ്പിലാണ് ഈ രീതിയിൽ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നത്. കരയോഗ അംഗങ്ങൾ എന്ന രീതിയിലാണ് പ്രതിഷേധ ബാനർ ഉയർന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ തള്ളിക്കൊണ്ട് നേരത്തെ ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരുന്നു. ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് NSSുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ കരയോഗവുമായി ബന്ധപ്പെട്ടവരോ ഒന്നുമല്ല. ഒപ്പം തന്നെ NSSന്റെ നിലപാട് സംബന്ധിച്ചു അദ്ദേഹം അതൊരു വ്യക്തത വരുത്തിയിരുന്നു. അത് ശബരിമല വിഷയത്തിൽ മാത്രമാണ് ശരിദൂരം, അല്ലാത്ത വിഷയത്തിലൊക്കെ തന്നെ NSSന്റെ നിലപാട് അത് സമദൂരമാണ് എന്ന നിലപാട് അറിയിച്ചിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ PJ കുര്യനും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ തന്നെ നേരത്തെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സർക്കാരിനെ പ്രകീർത്തിക്കുന്നു, മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് നേരത്തെ 2019 ശബരിമല പ്രക്ഷോഭ കാലത്ത് NSS എടുത്തിരുന്ന നിലപാടിൽ നിന്നും വ്യതിചലിച്ചോ എന്ന ചോദ്യം ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ NSSന്റെ നിലപാട് വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ, അതായത് കോൺഗ്രസിനെയും UDFനെയും BJP ഒക്കെ തന്നെ വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. ഇതുമായി ഇപ്പോൾ ഈ രീതിയിൽ നിലപാട് NSSന്റെ ജനറൽ സെക്രട്ടറി കടുപ്പിക്കുമ്പോൾ പ്രതിഷേധവും ഒരു ഭാഗത്തു കൂടി കനക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ജി സുകുമാരൻ നായർ ഏതെങ്കിലും തരത്തിൽ ആ വിയോജിപ്പുകളെ പ്രതിഷേധങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് പലയാവർത്തി പ്രതിനിധി സഭയിലൊക്കെ ആവർത്തിച്ചിട്ടും ആ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കോലം കത്തിക്കലിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ പറയുന്ന കട്ടപ്പയോട് ഉപമിച്ചുകൊണ്ട് ഉള്ള പോസ്റ്ററുകൾ, ബാനറുകൾ കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.